സാങ്കല്പിക കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചാണ് ഇന്നിറങ്ങുന്ന പല സിനിമകളും. ചിലത് കഴിഞ്ഞ സംഭവങ്ങളും അല്ലെങ്കിൽ അനുഭവങ്ങളെ പൊടിതട്ടി സിനിമയാക്കുന്നു. എന്നാൽ ചിലത് വരാനിരിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ച് കാലത്തിന് മുൻപേ സഞ്ചരിച്ച് ചിത്രീകരിക്കുന്ന ചിത്രങ്ങളുമാകും. അത്തരത്തിൽ 2004 പുറത്തിറങ്ങിയ ഒരു ഹിന്ദി സിനിമയാണ് ലക്ഷ്യ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തിരിച്ചടികൾക്കൊടുവിൽ വെടിനിർത്തൽ ധാരണ നിലവിൽ വരികയും എന്നാൽ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഈ ധാരണ ലംഘിച്ച് പാകിസ്ഥാൻ വീണ്ടും ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്തിയതിനു പിന്നാലെ ബോളിവുഡ് നടൻ ഹൃത്തിക് റോഷൻ കരൺ ഷെർഗിലായും വിഖ്യാത നടൻ ഓംപുരി മേജർ പ്രീതം സിംഗ് എന്ന കഥാപാത്രമായും എത്തുന്ന ലക്ഷ്യ എന്ന ഈ ചിത്രത്തിലെ ഒരു സംഭാഷണ രംഗമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. എനിക്ക് ഈ ആളുകളുമായി പരിചയമുണ്ട്. പാകിസ്ഥാൻ പരാജയപ്പെടുകയാണെങ്കിൽ അവർ വീണ്ടും വരും. നീ വിജയിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അശ്രദ്ധനുമാകരുത്. എൻ്റെ വാക്കുകൾ എപ്പോഴും നീ ഓർക്കണം എന്നാണ് ഓംപുരിയുടെ കഥാപാത്രം പറയുന്നത്. ഇതിന് ഞാൻ ഓർക്കും എന്നാണ് കരൺ ഷെർഗിൽ മറുപടിയും നൽകുന്നത്. രാത്രി ജമ്മുവിലെ ഇന്ത്യൻ സൈനിക കേന്ദ്രത്തിന് നേർക്കുണ്ടായ പാകിസ്ഥാൻ ആക്രമണത്തിനെ ശക്തമായി അപലപിക്കുകയും കനത്ത തിരിച്ചടി നൽകാൻ സേനയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയുമാണ് ഇന്ത്യ. വെടിനിർത്തൽ നല്ലതാണ്, യുദ്ധവും വേണ്ട, എന്നാലും പാകിസ്ഥാൻ എന്ന വിഷപ്പാമ്പിനെ വിശ്വസിക്കരുത് എന്ന ലക്ഷ്യം സിനിമയിലെ സന്ദേശം ഇന്ന് വളരെ അർത്ഥവത്തായി മാറിയിരിക്കുകയാണ്.